ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ അടിപൊളി ഗിഫ്റ്റ് ഐഡിയയും കൊണ്ടാണ്. മിക്ക കൂട്ടുകാർക്കും ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചല്ലേ. സ്കൂൾ അടച്ചിട്ടില്ലാത്തവർക്ക് ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐഡിയ ആണിത്. സ്കൂൾ അടച്ചവരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ഐഡിയ ആണിത്. അപ്പോൾ ഇത്രയും തന്നെ ഞാൻ ചെയ്തൊക്കെ കണ്ടല്ലോ അല്ലേ. ഇതുപോലെ ഒരു ചെറിയ പീസ് ഫോം ഷീറ്റ് എടുക്കുക, അതകത്തേക്ക് മടക്കുക, എന്നിട്ട് സൈഡിൽ നിന്നൊരു പീസ് ചെറുതായിട്ട് ചിരിച്ച് കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും തിരിച്ച് പുറത്തേക്ക് മടക്കുക. ഇനി നമുക്ക് ആ രണ്ട് സൈഡും കൂടെ ഗ്ലൂ യൂസ് ചെയ്തൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഡിഫറെൻറ്റ് കളറിലെ ഒരു ഫോം ഷീറ്റാണ്. അത് ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. ആ റോൾ ചെയ്യുന്നത് ഊരി പോവാതിരിക്കാനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫോം ഷീറ്റിനുള്ളിലേക്ക് ഈ ഒരു ചെറിയ ഫോം ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവർ റെഡി ആയിട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ഐഡിയ ആയിട്ടോ ഡെക്കോർ ഐറ്റം ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന വേറൊരു ഐറ്റം ആണ്. അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഈ ഫ്ലവറിന് സ്റ്റെം ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊരു പ്ലാസ്റ്റിക് ഷീറ്റോ നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പറോ വല്ലതും എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമ്മുടെ സ്റ്റിക്കിലേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് സെലോ ടേപ്പ് എടുത്തൊന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെയുള്ള ഷീറ്റ്സ് വെച്ച് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ സെലോ ടേപ്പ് വെച്ച് ചുറ്റി കൊടുത്താൽ മതി. രണ്ട് സൈഡും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലവർ കാണുന്ന രീതിയിൽ വേണം കവർ ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു റിബൺ ഇരിപ്പുണ്ടായിരുന്നേ, നമ്മൾ ഗിഫ്റ്റൊക്കെ കവർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നേ. അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ. കുഞ്ഞിലെ ഗിഫ്റ്റ്സൊക്കെ വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ പോകുമ്പോഴേ അവിടുത്തെ ചേട്ടന്മാരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നഖം വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഈ ഒരു വള്ളി നല്ല വളഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും. ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും അതുപോലെ സെറ്റായി കിട്ടിയില്ല. അവരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര പെർഫെക്ഷനാണ്. ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്, ഇത് എന്ത് രസമാണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് ചെയ്യാനായിട്ടൊക്കെ കൊതിയൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ കഥ പറഞ്ഞ് നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ റെഡിയായി കിട്ടി. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ല്.